എനിക്കൊരു മാർഗദർശനമായ ഗ്രന്ഥമുണ്ട്, ഖുർആൻ. എനിക്ക് ഖുർആനിന്റെ നിയമങ്ങൾ പാലിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകൾ പാലിക്കണം. അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കണം. ഇത് വിട്ടുകൊണ്ട് എനിക്കൊരു ജീവിതമില്ല എന്ന ഒരു ഉത്തമമായ വിശ്വാസം ഓരോ മുസ്ലിങ്ങൾക്കും ഉണ്ടാകണം. അതുകൊണ്ട് എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരി, അവൾ ഹിന്ദുവാകാം, ക്രിസ്ത്യാനിയാകാം, അവൾ മതമില്ലാത്തവളാകാം, അവൾ ചെയ്യുന്നതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റൂല. ഇതോരോ മുഅ്മിനത്തായ മകളുടെയും കൽബിൽ വേണം. എനിക്ക് 5 നേരത്തെ നിസ്കാരമുണ്ട്, അത് നിർവഹിച്ചില്ലെങ്കിൽ ഞാൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ആ നിൽക്കുന്ന കൂട്ടുകാരികൾ സത്യവിശ്വാസികളല്ലാത്തതിനാൽ ഈ ലോകത്ത് വലിയ മാർക്ക് കിട്ടിയാലും പരലോകത്ത് അവർ രക്ഷപ്പെടൂല. ഓ മുഅ്മിനത്തായ ഉമ്മ, മുഅ്മിനത്തായ പെങ്ങളെ, പുതിയ തലമുറയിലെ സഹോദരിമാരെ, നിങ്ങൾ ഇസ്ലാമിനെ നന്നായി പഠിക്കണം. കുഞ്ഞു പ്രായത്തിൽ തന്നെ നന്നായി ഇസ്ലാമിനെ മനസ്സിലാക്കണം. ഞാൻ ഇനി ഒരു ഡോക്ടറായി, MBBS കാരിയായി, എഞ്ചിനീയറിംഗ് ആയി, ഏത് ഉന്നത വിദ്യാഭ്യാസം നേടി IAS കാരിയായി, അതിന്റെ എല്ലാം ആനുകൂല്യം ഈ ലോകത്ത് മാത്രമുള്ളതാണ്. അതൊരു 50 കൊല്ലമോ 60 കൊല്ലമോ മാത്രമുള്ളതാണ്. അതേ സമയത്ത് ഞാനൊരു സ്വാലിഹത്തായി ജീവിച്ചാൽ, ഒരു മുഅ്മിനത്തായി മരിച്ചാൽ, അല്ലാഹുവിന്റെ ഇഷ്ടദാസിയായി ജീവിച്ചു മരിച്ചാൽ എനിക്ക് കിട്ടുന്ന സ്വർഗം ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ, എന്നത്തേക്കുമുള്ള സ്വർഗമാണ്. നമ്മുടെ മാതൃകയാരാണ്? എല്ലാവരും എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് നിൽക്കുമോ? പ്രയാസമില്ലാത്തവർ അറിയുമോ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾക്കുള്ള മാതൃകയാരാണ്? പുരുഷന്മാരായ സ്വഹാബികൾ, അവരെയെല്ലാം നമ്മൾ കേൾക്കുന്നു. അമ്പിയാക്കൾ, സ്വാലിഹീങ്ങൾ, അതുപോലെ ലോക സഹോദരിമാരൊക്കെ അവിടെ ഇരുന്നോളൂ, കുഴപ്പമില്ല. പുരുഷന്മാരെ ദുആഇന്റെ സൗകര്യത്തിൽ എഴുന്നേറ്റു നിൽക്കാൻ പറഞ്ഞതാണ്. അറിയുമോ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു വലിയ റോൾ മോഡലാണ് ഇംറഅത്തു ഫിർഔൻ. ഫിർഔനിന്റെ ഭാര്യ ബീവി ആസിയ റളിയല്ലാഹു അൻഹാ. ഉമ്മമാരെ, ആസിയത്തു ബിൻത് മുസാഹിം എന്ന് പറയുന്ന നല്ലൊരു മനുഷ്യന്റെ സുന്ദരിയായ മകളായിരുന്നു ആസിയ ബീവി. ഫിർഔൻ എന്ന ഭരണാധികാരി നാടു കാണാൻ ഇറങ്ങിയപ്പോൾ ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടു. ചോദിച്ചു, അതാരുടെ മകളാണ്? അതിന്നയാളുടെ മകളാണ്. അയാളോട് പറയണം നാളെ കൊട്ടാരത്തിൽ വരാൻ. കൊട്ടാരത്തിൽ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകളെ എനിക്ക് കെട്ടിച്ചു തരണം. രാജാക്കന്മാരങ്ങനെയാണല്ലോ, കൽപ്പിച്ചാൽ കൽപ്പിച്ചതു തന്നെ. രാജകൽപ്പനയിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധാരണക്കാർക്ക് കഴിയില്ല. മനസ്സില്ല, മനസ്സോടെ സ്വാലിഹായ ആ മനുഷ്യൻ, അക്രമിയായ ഭരണാധികാരി, അയാളുടെ ഭാര്യയായി മകളെ വിവാഹം ചെയ്തു കൊടുത്തു. പക്ഷേ മകൾ ഒരു പുലിക്കുട്ടിയായിരുന്നു, ഈമാനുള്ള മോളായിരുന്നു. നിങ്ങൾ പറയും, ഞങ്ങള് ക്യാമ്പസിൽ പഠിക്കുന്നവരാണ്, ഞങ്ങള് കണച്ചൂരിലാണ്, എനപ്പോയിലാണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ്, മെഡിക്കൽ കോളേജിലാണ്, എഞ്ചിനീയറിംഗിലാണ്, പലതും നിങ്ങൾക്ക് പറയാനുണ്ടാവും. എന്നാൽ ഏറ്റവും പ്രതികൂല സാഹചര്യത്തിലാണ് ആസിയ ബീവി എത്തിയത്. ആ സാഹചര്യത്തിനൊത്തു നിന്നാൽ എത്ര വേലക്കാരികളാണ്,
എത്ര വലിയ കൊട്ടാരമാണ്! മാനം മുട്ടുന്ന കൊട്ടാരമെന്ന് പ്രയോഗിക്കുമ്പോഴും ഫിർഔനിന്റെ കൊട്ടാരം പോലെ ഒരു കൊട്ടാരം പിന്നെ ആരുമുണ്ടാക്കിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്ര വലിയ കൊട്ടാരത്തിലാണ്. ആ രാജാവിനൊപ്പിച്ചു നിന്നാൽ രാജ്ഞിയല്ലേ ആസിയ ബീവി, രാജ്ഞിയല്ലേ ബീവി ആസിയ. എത്ര വേലക്കാരികളാ, എത്ര വലിയ സൗകര്യങ്ങളാ. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ അല്ലാഹ് എന്ന ചിന്തയുണ്ട്. അത് പണയം വെക്കാൻ കൊട്ടാരം കണ്ടപ്പോൾ ആസിയക്ക് കഴിഞ്ഞില്ല, രാജാവിനെ കണ്ടപ്പോൾ കഴിഞ്ഞില്ല. അവിടുന്ന് അവസാനം ക്ഷമിച്ച് മുറുകെ പിടിച്ച ഈമാനോടെ നിന്നു. ആ ഈമാൻ വെളിവായപ്പോൾ ഫിർഔൻ ആക്രമിക്കാൻ തുടങ്ങി. പെണ്ണേ, നിനക്ക് മതം മാറി, എന്നെ ദൈവമാണെന്ന് അംഗീകരിക്കണം. അപ്പോൾ പറഞ്ഞു, റബ്ബീ വ റബ്ബുക്കല്ലാഹ്. എടാ, നിന്റെയും എന്റെയും റബ്ബ് അല്ലാഹുവാണ്, നീ ഭർത്താവാണെന്ന് ഞാൻ അംഗീകരിക്കാം. പക്ഷേ റബ്ബാണെന്ന് അംഗീകരിക്കാൻ എന്നെ കിട്ടൂല. കുറെ പ്രീണനം നടത്തി, അതിന് വീണില്ല. അവസാനം ചുട്ടുപൊള്ളുന്ന കുന്തം കൊണ്ടുവന്ന് ശരീരം പൊള്ളിച്ചു ചൂടാക്കി. അപ്പോഴും ഈമാൻ ഇളകിയില്ല. ഒടുവിൽ രഹസ്യഭാഗത്ത് വരെ ചുട്ടുപഴുത്ത കുന്തം കൊണ്ട് ക്രൂരമായി ആക്രമിച്ചപ്പോൾ അല്ലാഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ, സ്വർഗ്ഗത്തിൽ എനിക്ക് നിന്റെ അടുത്തൊരു വീട് വേണം, എനിക്ക് നിന്റെ അടുത്തൊരു വീട് വേണം. അല്ലാ, നിന്നെ ഞാൻ ഇഷ്ടം വെച്ചു പോയി, നിന്നെ ഞാൻ സ്നേഹിച്ചു പോയി. എനിക്ക് ഈ നശിക്കുന്ന ലോകത്തെ രാജാവിനെ വേണ്ട, ഒടുങ്ങുന്ന ലോകത്തെ കൊട്ടാരം വേണ്ട, തകരുന്ന ലോകത്തെ വെപ്പാട്ടികളെ വേണ്ട, ഇല്ലാതെ പോകുന്ന ഈ ലോകത്തെ സൗകര്യങ്ങൾ വേണ്ട. എനിക്ക് വേണ്ടത് നിന്നെയാണ് അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഷഹാദത്ത് വരിച്ച ആസിയ ബീവിയെ വായിക്കണേ മോളെ. ഖുർആൻ പറഞ്ഞ ഉദാഹരണമാണ്. മറിയം ബീവിയെ പഠിക്കണേ മോളെ. ഖുർആൻ പറഞ്ഞ ജീവിതമാണ്. പഠിക്കൂ മോളെ. ആയിഷ ഉമ്മയാരാണ്? ഖദീജ ഉമ്മയാരാണ്? സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിയാനും ഭാഗ്യം കിട്ടിയ മഹദിയാണ് ഖദീജ റളിയല്ലാഹു അൻഹാ. അതേ സ്വർഗത്തിലെ രാജാവിന്റെ രാജാത്തിയാണ്. അവരെ പഠിക്കുമോളെ. ഫാത്തിമ ബീവിയെ വായിക്കുമോളെ. ലോകത്ത് ആദ്യത്തെ സർവകലാശാല ഉണ്ടാക്കിയതാരാണ്? ലോകത്ത് ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയതാരാണ്? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിക്ക് മുമ്പ്, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിക്ക് മുമ്പ്, ലോകത്തെന്നറിയപ്പെടുന്ന എല്ലാ സർവകലാശാലകൾക്കും മുമ്പ് ഈ ലോകത്ത് ആദ്യമായി ഒരു സർവകലാശാല ഉണ്ടാക്കിയതാരാണ്? ഫാത്തിമത്തുൽ ഫിഹ്രിയ എന്ന മഹദിയായ സ്വാലിഹത്തായ മഹിളയാണ്. ഖറവീൻ യൂണിവേഴ്സിറ്റിയാണ്. അത് മൊറോക്കോയിലെ ഫാസ് പട്ടണത്തിലാണ്. ഫെസ് എന്നാണ് ഇന്ന് പറയുന്നത്. അൽഹംദുലില്ലാഹ്, ഞങ്ങൾ ആ യൂണിവേഴ്സിറ്റി പോയി കണ്ടിട്ടുണ്ട് മൊറോക്കോയിൽ. അതേ ഫെസ് പട്ടണത്തിൽ. ഓക്സ്ഫോർഡിന്, കാംബ്രിഡ്ജിന് പരിഷ്കാരികളെ മുഴുവനും ഇവിടെ യൂണിവേഴ്സിറ്റി എന്ന് ആലോചിക്കുന്നതിന് മുമ്പ് വിജ്ഞാന സർവകലാശാലയുണ്ടാക്കിയത് ഫാത്തിമത്തുൽ ഫിഹ്രിയ എന്ന മഹദിയാണ്. അവർക്ക് പ്രചോദനം കൊടുത്ത ഇസ്ലാമാണ് നമ്മുടെ ഇസ്ലാം. അറിയുമോ?
അസ്ഹറുൽ ഹിജാസ് എന്നറിയപ്പെടുന്ന മക്കയിലെ ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റിക്ക്, മദീന യൂണിവേഴ്സിറ്റിക്കൊക്കെ മുമ്പ് മക്കത്തുണ്ടായ സർവകലാശാല മതസ്ഥാപനമാണ് മദ്രസത്തു സൗലത്തുയ്യ എന്ന വലിയ മദ്രസ. അതാ ഫഹദ് രാജാവിന്റെ വാപ്പ അബ്ദുൽ അസീസ് രാജാവ് പറഞ്ഞത് അസ്ഹറുൽ ഹിജാസ് എന്നാണ്. ആ യൂണിവേഴ്സിറ്റിയുടെ സ്വത്ത് കൊടുത്തതാരാണ്? ഇന്ത്യക്കാരിയായ ഒരു മഹദിയാണ്. അവര് കൊടുത്ത സ്വത്ത് കൊണ്ടാണ് മക്കത്തുള്ള മദ്രസത്തു സൗലത്തുയ്യ ഉണ്ടായത്. അന്ന് ഇന്ത്യൻ നാണയത്തിനാണ് വില കൂടുതലുള്ളത്. പിന്നെ $, വന്നപ്പോഴാണ് സൗദിയിലെ നാണയത്തിന്റെ വില കൂടിയത്. അറിയുമോ, പാരമ്പര്യമുണ്ടേ. കേരളത്തിൽ വലിയ ആലിമകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഔറംഗസീബിന്റെ ഭാര്യ സീനത്ത് ബീഗം തഫ്സീർ എഴുതിയിട്ടുണ്ട്. സീനത്തു തഫാസീർ എന്നാണ് പേര്. ഇങ്ങനെ പറഞ്ഞാൽ നേരം വെളുക്കും വരെ പറയേണ്ടി വരും. അല്ലാഹു തആല അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. നമ്മുടെ സഹോദരിമാര്, ഉമ്മമാര്, പെങ്ങന്മാര്, ഭാര്യമാർ സ്വാലിഹാത്തുകളായി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ.